ഭാര്യയും 3 ചെറിയ മക്കളുമുള്ള അയാൾ ദരിദ്രനായിരുന്നു. അയാൾക്കൊരു വീടില്ല. വീട് പണിയാനുള്ള സാമ്പത്തിക ഭദ്രതയും അയാൾക്കില്ലായിരുന്നു. ഇത് മനസ്സിലാക്കി അയാളുടെ നാട്ടിലെ ഒരു വൈദികനും കുറേ നല്ല ചെറുപ്പക്കാരും ചേർന്നുകൊണ്ട് അയാൾക്കൊരു വീട് പണിയാൻ തീരുമാനിച്ചു. അവർ പലരുടെയും സഹായം സ്വീകരിച്ചുകൊണ്ടും കൈമെയ് മറന്നുള്ള അവരുടെ അധ്വാനം കൊണ്ടും അയാൾക്ക് വീട് പണിയാൻ ആരംഭിച്ചു. എന്നാൽ വീട് പണിയുന്ന ഈ സഹോദരങ്ങളോടുള്ള അയാളുടെ പ്രതികരണം വളരെ മോശമായിരുന്നു. ഈ വീട് പണിയുന്നത് കൊണ്ട് അവർക്ക് എന്തൊക്കെയോ സാമ്പത്തിക നേട്ടമുണ്ടാകും എന്നുള്ള ചിന്തയോടുകൂടിയായിരുന്നു അയാൾ അവരോട് പ്രതികരിച്ചത്. എന്നാൽ അവർ അതൊന്നും ഗൗനിക്കാതെ അവരുടെ ലക്ഷ്യം പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ട് അഹോരാത്രം അധ്വാനിച്ചു. തൽഫലമായി വീട് പണി പൂർത്തിയായി. താക്കോൽ അയാൾക്ക് ദാനം ചെയ്യുകയും ചെയ്തു. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അയാൾ വീട് പണിക്ക് നേതൃത്വം നൽകിയ വൈദികനെ വന്ന് കണ്ട് വൈദികനോട് പറഞ്ഞു, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ പണിത വീടിന് ചില കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്, അത് വേഗം ശരിയാക്കി തരണമെന്ന്. പ്രിയരെ, ചില മനുഷ്യരിങ്ങനെയാണ്. ലഭിക്കുന്ന നന്മകൾക്കൊന്നും ഒരിക്കലും നന്ദി ഹൃദയത്തിൽ സൂക്ഷിക്കാത്തവർ. അതുപോലെ തന്നെ സഹായം ചെയ്യാൻ മുന്നോട്ട് വരുന്നവരെ ചൂഷണം ചെയ്യാൻ മിടുക്കുള്ളവർ. അവരങ്ങനെ ആയിക്കോട്ടെ. നമുക്ക് ഹൃദയത്തിൽ നന്ദിയുള്ളവരും നമ്മെ സഹായിക്കുന്ന ആരെയും ചൂഷണം ചെയ്യാത്തവരുമായ നല്ല മനുഷ്യരായി മാറാമെന്നേ. ഗോഡ് ബ്ലെസ് യു.